എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീവിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്നും അറിയില്ല. കിട്ടിയാലും തരക്കേടില്ല. ഇതാ എനിക്ക് മനസ്സിലായ രോമം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖം എന്നാണ്. എടി ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കി വിറ്റ് കഴിവേറ്റിയതാണ്. അഭിമാനം തോന്നുന്നുണ്ടോ സുപ്രിയ മാഡത്തിന്? അങ്ങനെ തോന്നിയാലും അപമാനകരം എന്നാ ഞാൻ പറയുള്ളൂ. ഭാരമുള്ള ഒരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയലാണ്? ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ആദ്യമായിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ. ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല. വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. എല്ലാ പുരുഷന്മാരും നല്ലവരല്ല, അതുപോലെ തന്നെയാണ് സ്ത്രീകളും. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന്. ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. അതിനെ ചുറ്റുവട്ടങ്ങളെ അറിയണം. പൊതുസമൂഹത്തിന്റെ ജീവൽ സ്പന്ദനങ്ങൾ കേൾക്കണം. നാട്ടുഭാഷ നാവിൽ നിന്ന് മായാതിരിക്കണം. സർവോപരി മനുഷ്യപക്ഷത്ത് നിൽക്കണം. ഫോൺ തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറട്ടെ. ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ കയ്യ്. അതെനിക്കറിയാനിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി. വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് 110% നിരപരാധി. ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ. രണ്ട് പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ചത്താലും നീ പുഴുത്തേശാവൂ.